ഹായ് മക്കളെ, മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ബാക്കിയുള്ള നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ലൈൻസ് ഫ്രം ദ പോം റിലേറ്റഡ് ടു ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു പോം കൊടുത്തിട്ടുണ്ടല്ലേ, ഇത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ എന്താണ്, കുറച്ച് ട്രീസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുമായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് ദ ബ്യൂട്ടി ഓഫ് ദ ട്രീസ് എന്നുള്ളതാണ്. ഓക്കെ, ട്രീസിൻ്റെ ഭംഗിയെ കുറിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്താണ്, ഫ്ലവർ ആണ് അല്ലേ. ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ഫ്ലവർ എന്നുള്ളതാണ്. ദ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ഫ്ലവർ. നെക്സ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട് ദ സബ്മിറ്റ് ഓഫ് ദ മൗണ്ടെയിൻ. ദ സെക്കൻഡ് ആക്ടിവിറ്റി റീഡ് വാട്ട് ഡൊറോത്തി ഹാസ് റിട്ടൺ അബൌട്ട് ഹെർ പെറ്റ്. ഡൊറോത്തിക്ക് ഒരു പെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പെറ്റിനെ കുറിച്ച് ഡൊറോത്തി എഴുതിയ ഒരു കുഞ്ഞ് പോം പോലെയാണ് അവിടെ തന്നിട്ടുള്ളത്. അത് വായിച്ചു നോക്കാം. ടോട്ടോ ഈസ് മൈ പെറ്റ് ഡോഗ്. ടോട്ടോ എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് ഡോഗാണ്. ഈ ഈസ് വെരി ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി ആണ് ടോട്ടോ. ഈസ് സോ ലോയൽ, മാത്രമല്ല അവന് ഭയങ്കര ലോയലാണ്. ടോട്ടോ ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. ടോട്ടോയ്ക്ക് എന്നായിട്ട് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ഹി ലൈക്സ് ടു ഈറ്റ് മീറ്റ്. അവനക്ക് ഇറച്ചികൾ മാംസം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ഹി വാഗ്സ് ഹിസ് ടെയിൽ ഓൾവേസ്. അവൻ എപ്പോഴും അവൻ്റെ വാലിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഡൊറോത്തി എഴുതിയിട്ടുള്ളത്. ഡ്രോ യുവർ പെറ്റ് ആൻഡ് ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിക്ചർ അവിടെ വരച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏത് പെറ്റാണോ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. കിറ്റി ഈസ് മൈ പെറ്റ് ക്യാറ്റ്. കിറ്റി എന്താണ്, എൻ്റെ പെറ്റ് ക്യാറ്റാണ്. ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. അതെന്നോട് വളരെ ഫ്രണ്ട്ലി ആണ്. ഷീ ഈസ് സോ ലോയൽ. കിറ്റി ലൈക്സ് പ്ലേയിങ് വിത്ത് മീ. കിറ്റിക്ക് ഞാനുമായി കളിക്കാൻ ഇഷ്ടമാണ്. ഷീ ലൈക്സ് ടു ഈറ്റ് മീറ്റ്. അവൾക്ക് മീറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്. ഷീ വിൽ മേക്ക് എ സൗണ്ട് മ്യോ മ്യോ. അത് മ്യോ മ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതേപോലെ നിങ്ങളും എഴുതാം. ആക്ടിവിറ്റി നമ്പർ 3 ആണ് ദ വിൻഡ് ലിഫ്റ്റഡ് ദ ഹൗസ് ഹയർ ആൻഡ് ഹയർ. എന്താണ്, വിൻഡ് വന്നിട്ട്, കാറ്റ് വന്നിട്ട് വീടിനെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുപോയി. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി താഴേക്ക് നോക്കി. വാട്ട് ഡിഡ് ഷീ സീ. അവൾ എന്താ കണ്ടിട്ടുണ്ടാവുക, ഡിസ്ക്രൈബ് ദ സീൻ. ആ സീന് നമ്മളടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൊറോത്തിയുടെ പെറ്റായിട്ടുള്ള ടോട്ടോ അല്ലേ, അവർ രണ്ടുപേരും എന്താണോ കണ്ടിട്ടുള്ളത് എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം. ലുക്കിംഗ് ഔട്ട് ഫ്രം ദ സോറിംഗ് ഹൗസ് ഷീ സോ എ ക്ലൗഡി സ്കൈ. എന്ത് കണ്ടു, ഉയർന്നു പൊങ്ങുന്ന ആ വീട്ടിൽ നിന്ന് അവൾ നോക്കിയപ്പോൾ ക്ലൗഡി സ്കൈ അവൾ കണ്ടു, മേഘാവൃതമായിട്ടുള്ള ആകാശത്തെ കണ്ടു. ലുക്കിംഗ് ഡൗൺ ഫ്രം എബവ് ഷീ സോ ട്രീസ് ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്. മാത്രമല്ല അവൾ ആ ഒരു പറക്കുന്ന വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ മരങ്ങളും അതുപോലെ തന്നെ പാലങ്ങളും വീടുകളും ഒക്കെ കണ്ടു. ബ്ലൗൺ ഡൗൺ ബൈ ദ വിൻഡ്. ഒരു ഇങ്ങനെ കാറ്റുകൊണ്ട് പോകുന്ന ആ ഒരു വിൻഡിനെയും അവൾ കണ്ടു. ഷീ വാസ് സ്കെയർഡ് വെൻ ഷീ സോ ദ ബ്ലാക്ക് ക്ലൗഡ്സ്. അവൾക്ക് ബ്ലാക്ക് ക്ലൗഡ്സ് കണ്ടപ്പോൾ, ഒരു കറുത്ത മേഘങ്ങളെ കണ്ടപ്പോൾ അവൾക്ക് എന്ത് തോന്നി, പേടി തോന്നി. ഷീ സോ ബേർഡ്സ് ഫ്ലൈയിങ് ആൻഡ് ചേർപ്പിംഗ് ഇൻ ഫിയർ. മാത്രമല്ല പക്ഷികളൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ അവൾ കണ്ടു. ഷീ സോ ദ സ്റ്റാർസ് വെരി ക്ലോസ്. മാത്രമല്ല വളരെ അടുത്തായിട്ട് നക്ഷത്രങ്ങളെയും അവൾ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതുകയാണ് വേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4 നോക്കാം. എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഈസ് ഗിവൺ അബൌട്ട് ദ ലാൻഡ് ഓഫ് ദ മച്ച്കിൻസ്. ഇവിടെ മച്ച്കിൻസിൻ്റെ ലാൻഡിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സം വേർഡ്സ് ആർ മിസ്സിംഗ് ഇൻ ഇറ്റ്. അതിലെന്താണ്, ചില വേർഡ്സ് മിസ്സിംഗ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. തന്നിട്ടുള്ള വേർഡ്സ് ഓവർ, അണ്ടർ, ഇൻ, ഓൺ എന്നുള്ളതാണ്. ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മുകളിലൂടെ പോകുന്നതിനെയാണ് പറയുക. അപ്പോൾ മരത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ നമ്മൾ ഓവർ എന്ന് പറയും. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ എന്നുള്ളതാണ്. ഇൻ എന്ന് പറഞ്ഞാൽ ഇല്ല്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഇൻ എന്നുള്ളത് ഉപയോഗിക്കുക. ഓൺ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മുകളിൽ, ഇപ്പോൾ മരത്തിൻ്റെ ബ്രാഞ്ചിലൊക്കെ ആണെങ്കിൽ, കൊമ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൺ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിസ് ചെയ്ത വേർഡ്സും കൂടെ എഴുതിയിട്ട് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാം.
ദ ലാൻഡ് ഓഫ് ദ മച്കിൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ. മച്കിൻസ് ലാൻഡ് എന്തായിരുന്നു? വളരെ ഭംഗിയുള്ളതായിരുന്നു. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഓവർ ദ ട്രീ ആണല്ലേ, മരത്തിൻ്റെ മുകളിലൂടെയാണ്. സോ ഓവർ എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. എ ലിറ്റിൽ മച്കിൻ ഈസ് പ്ലേയിങ് അണ്ടർ ദ ട്രീ. എവിടെയാണ് മച്കിൻ കളിക്കുന്നത്? മരത്തിൻ്റെ താഴെയാണല്ലേ, അപ്പം അണ്ടർ ദ ട്രീ എന്ന് കൊടുക്കുക. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ബേർഡ് ഇരിക്കുന്നത് എവിടെയാണ്? മരത്തിൻ്റെ ബ്രാഞ്ചിലാണല്ലേ, അപ്പോൾ ഓൺ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. 2 ലിറ്റിൽ ബേർഡ്സ് ആർ ഇൻ ദ നെസ്റ്റ്. 2 ബേർഡ്സ്, ലിറ്റിൽ ബേർഡ്സ് എവിടെയാണ്? നെസ്റ്റിൻ്റെ ഉള്ളിലാണ്. സോ ഇൻ ദ നെസ്റ്റ് എന്ന് എഴുതി കൊടുക്കുക. 5th വൺ നോക്കാം. ഫൈനലി ഡൊറോത്തി ആൻഡ് ടോട്ടോ റീച്ച് ദെയർ വില്ലേജ്. അപ്പോൾ അവസാനം എന്ത് ചെയ്തു? ഡൊറോത്തിയും ടോട്ടോയും അവരുടെ വില്ലേജിലേക്ക് തിരിച്ചെത്തുകയാണ്. അങ്കിൾ ആൻഡ് ആൻഡ് വേർ ഹാപ്പി ടു സീ ദം. അപ്പോൾ അങ്കിളും ആൻറ്റിയും അവരെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തിലായി. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡൊറോത്തി ആൻഡ് ഹെർ അങ്കിൾ. അപ്പോൾ ഡൊറോത്തിയും അങ്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എഴുതി കൊടുക്കാം. അങ്കിൾ, വേർ വെർ യു ഡൊറോത്തി? നീ എവിടെയായിരുന്നു ഡൊറോത്തി? അപ്പോൾ ഡൊറോത്തി എന്താ പറയുക? വി ഫ്ലൂ എവേ ആൻഡ് അറൈവ്ഡ് അറ്റ് അനദർ ലാൻഡ്. ഞങ്ങൾ പറന്നു പോയിട്ട് വേറൊരു ലാൻഡിലേക്ക് എത്തി, വേറൊരു വേൾഡിലേക്ക് എത്തി. അങ്കിൾ, വെർ ഈസ് ഇറ്റ് ഇൻ ദ വേൾഡ്? അത് എവിടെയാണ് ആ ഒരു ലോകം? ഡൊറോത്തി, ഐ ഡോണ്ട് നോ വെയർ ഐ ആം. എനിക്കറിയില്ല അത് എവിടെയാണെന്നുള്ളത്. ഐ സോ സം സ്മോൾ പീപ്പിൾ ദർ. ഞാൻ അവിടെ ചെറിയ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. അങ്കിൾ, വെൻ ഡിഡ് ഓൾ ദിസ് ഹാപ്പൻ? എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? ഡൊറോത്തി, ആഫ്റ്റർ അവർ ഹൗസ് ഫ്ലൂ. നമ്മുടെ വീട് പറന്നു പോയപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് ഡൊറോത്തി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്കിളും ഡൊറോത്തിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. നെക്സ്റ്റ് 6th വൺ ആണ്. ആഡ് മോർ ലൈൻസ് ആണ്. കൂടുതൽ വരികൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. എന്താണ്? നമുക്ക് ആകാശത്തിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ മെഡോസ്. എന്താണ്? പുൽമേടുകൾക്ക് മുകളിലൂടെ. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്. എന്താണ്? കാക്കകൾ പറക്കുന്ന പോലെ നമുക്ക് പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. നമുക്ക് ആകാശത്തിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ മൗണ്ടെയിൻസ്. എന്താണ്? മലകൾക്ക് മുകളിലൂടെ. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്. നമുക്ക് കൈറ്റ് പോകുന്ന പോലെ, പട്ടം പറക്കുന്ന പോലെ പറക്കാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. നമുക്ക് ഈ ആകാശത്തിലൂടെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പറക്കാം. ഓവർ ദ ക്ലൗഡ്സ്. മേഘങ്ങൾക്ക് മുകളിലൂടെ. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ്. വിമാനം പറക്കുന്ന പോലെ നമുക്ക് പറക്കാം എന്ന് എഴുതി കൊടുക്കാം. 7th ആക്ടിവിറ്റി, ഫൈൻഡ് ഔട്ട് ദ ഹിഡൻ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. ഈ ബോക്സിൽ നിന്നും ഈ വേർഡ്സ് നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വേർഡ് എന്താണ്? മൈ വേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഔൾ എന്നുള്ളത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് എവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് റെയിൻ ആണ്. റെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് നമുക്കിതിൽ നോക്കണം അല്ലേ, എന്നാലും നമുക്ക് റെയിൻ അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ റെയിൻ എന്നുള്ളത് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത് അല്ലേ, ഇതാണ് റെയിൻ എന്ന് പറയുന്നത്, റെയിൻ. ഇനി കാർ എവിടെയാണ് വരുന്നത്? കാർ. നെക്സ്റ്റ് വൺ സ്ട്രോം എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്, സ്ട്രോം. റോഡ് എവിടെയാണ്? ഇവിടെയാണ് റോഡ്. നെക്സ്റ്റ് വൺ ക്ലൗഡ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് എഴുതി കൊടുക്കുക, എന്നിട്ട് താഴെ ജസ്റ്റ് വരച്ചു കൊടുക്കുകയും കൂടെ നിങ്ങൾ ചെയ്യുക. വരക്കുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ 8th ആക്ടിവിറ്റി ആണ്. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ക്യാപ്പ്. എന്താണ്? നമുക്ക് ഇനി ഒരു പേപ്പർ ക്യാപ്പ് ഉണ്ടാക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ പേപ്പർ എടുക്കുക. ഫോൾഡ് എ പേപ്പർ ഇൻ ഹാഫ് ലെങ്ത് വൈസ്. എന്താണ്? ലെങ്ത് വൈസിൽ നിങ്ങൾ അതിനെ ഫോൾഡ് ചെയ്യുക, പകുതിയായിട്ട് മടക്കുക. എഗെയിൻ ഫോൾഡ് ഇൻ ഹാഫ് ബ്രെഡ്ത്ത് വൈസ് ആൻഡ് ദെൻ അൺഫോൾഡ് ഇറ്റ്. എന്നിട്ട് ബ്രെഡ്ത്ത് വൈസിൽ വീണ്ടും അതിനെ ഫോൾഡ് ചെയ്തിട്ട് അതിനെ അൺഫോൾഡ് ചെയ്യുക, മടക്കി അത് നിവർത്തി കൊടുക്കുക. തേർഡ് വൺ ഫോൾഡ് ദ ക്ലോസ്ഡ് എഡ്ജ് ഇൻവേർഡ് ഫ്രം ബോത്ത് ദ കോർണേഴ്സ്. രണ്ട് കോർണേഴ്സിൽ നിന്നും നമ്മൾ അതിനെ ഫോൾഡ് ചെയ്യുക. രണ്ട് എഡ്ജ് ഉണ്ടാവില്ല, അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുക? അതിനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആക്കി കൊടുക്കുക. ഫോർത്ത് വൺ ഫോൾഡ് ദ 2 ബോട്ടം ഫ്ലാപ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് താഴെ നിന്നും നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മടക്കി കൊടുക്കുക. ഓപ്പൺ അപ്പ് ദ ഫ്ലാപ്സ്. അതിനുശേഷം അത് എന്ത് ചെയ്യുക? ആ ഫ്ലാപ്സ് ഓപ്പൺ ചെയ്യുക. ദ ക്യാപ്പ് ഈസ് റെഡി നൗ വിയർ ഇറ്റ്. അപ്പോൾ ക്യാപ്പ് റെഡി ആവും. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുക, ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് വൺ ലെറ്റ് സിങ് ആൻഡ് ഡാൻസ്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാട്ട് പാടി ഡാൻസ് ചെയ്യാം. ഡിങ് ഡോങ് ദ വിച്ച് ഈസ് ഡെഡ്. എന്താ പറയുന്നത്? വിച്ച് മരിച്ചുപോയി. ദ വിഗ്ഡ് വിച്ച് ഈസ് ഡെഡ്. വിഗ്ഡ് വിച്ച് മരിച്ചുപോയി. ഡിങ് ഡോങ് മച്കിൻസ് ഇവിടെയുണ്ട്. ഡാൻസിങ് വിത്തൗട്ട് ഫിയർ. പേടിയില്ലാതെ ഡാൻസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 9 ആണ്. ഐഡൻറ്റിഫൈ ദ സ്ലോഗൻ റിലേറ്റഡ് ടു ദ സിമ്പിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് പ്രൊവൈഡഡ്. താഴെ കുറച്ച് സ്ലോഗൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിമ്പിൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബോക്സിൽ റീറൈറ്റ് ചെയ്ത് എഴുതാനാണ്
പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സേവ് വാട്ടർ സേവ് ലൈഫ്. എന്താണ്? വെള്ളം സേവ് ചെയ്യുക, ജീവിതവും സേവ് ചെയ്യുക. അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നേച്ചർ. പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാൻ പ്രകൃതിയെ സംരക്ഷിക്കുക. ഡോണ്ട് ലിറ്റർ. ഓക്കെ, അത് എന്താണ്? വേസ്റ്റ് ഒന്നും ഇടരുത്. ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ. എന്താണ്? ഗ്രോ പച്ചപ്പ് വളർത്തുക, ഗ്രീനിനോട് പോവാം, ഗ്രീനിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് പിക്ചർ എന്താണ്? പ്ലാസ്റ്റിക് ആണല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക? അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്റ്റ് അല്ല കേട്ടോ, പ്രൊട്ടക്റ്റ് എന്നാണ്. പ്രൊട്ടക്റ്റ് നേച്ചർ എന്ന് എഴുതി കൊടുക്കുക. സെക്കൻഡ് വൺ ഡോണ്ട് ലിറ്റർ എന്നുള്ളത് എഴുതുക. തേർഡ് വൺ ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ. ഫോർത്ത് വൺ സേവ് വാട്ടർ സേവ് ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ റൈറ്റ് സിമിലർ സ്ലോഗൻ. ഇതുപോലെയുള്ള ഒരു സ്ലോഗൻ ഈ ഒരു പിക്ചറിന് ആപ്റ്റ് ആയിട്ടുള്ളത് എഴുതി കൊടുക്കുക. എന്തെഴുതാം? സേവ് മീ ഐ ആം ഗ്രീൻ. എന്താണ്? ഞാൻ പച്ചയാണ്, നിങ്ങൾ എന്നെ സേവ് ചെയ്യൂ എന്നുള്ളത് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് 10th ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. സം റിഡിൽസ് ആർ ഗിവൺ ബിലോ. എന്താണ്? താഴെ കുറച്ച് നമുക്ക് റിഡിൽസ് തന്നിട്ടുണ്ട്. റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് വൺ യു ക്യാൻ സീ മീ. നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റില്ല. ബട്ട് യു ക്യാൻ ഫീൽ മീ. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്. എനിക്ക് മരങ്ങളെയൊക്കെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ് ഫ്ലൈ. അതുപോലെ തന്നെ പട്ടത്തിനെ പറപ്പിക്കാൻ എനിക്ക് പറ്റും. ഹൂ ആം ഐ. ആരാണ് ഞാൻ? ആരാണ്? കാറ്റാണല്ലേ, വിൻഡ്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് വിൻഡ് എന്ന് എഴുതി കൊടുക്കാം. സെക്കൻഡ് വൺ ഐ ആം ഇൻ ദ സ്കൈ. ഞാൻ ആകാശത്താണുള്ളത്. ഐ ക്യാൻ ബ്രിങ് ദ റെയിൻ. എനിക്ക് മഴയെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. 5 letters മേക്ക് മൈ നെയിം. 5 ലെറ്റർ ഉണ്ടായാൽ എൻ്റെ പേരുണ്ടാക്കാൻ വേണ്ടി പറ്റും. ഹൂ ആം ഐ. ആരാണ് ഞാൻ? ക്ലൗഡ്. ആരാണ്? ക്ലൗഡ്. നെക്സ്റ്റ് വൺ ഐ ആം ഹ്യൂജ് ആൻഡ് ടോൾ. ഞാൻ വളരെ വലുതും വളരെ ഉയരമുള്ളതുമാണ്. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്. എനിക്ക് ക്ലൗഡ്സിനെയൊക്കെ നിർത്താൻ വേണ്ടി പറ്റും. ഐ ഹാവ് എ സമ്മിറ്റ്. എനിക്കൊരു ഉന്നതിയുണ്ട്. യു ക്യാൻ ക്ലൈംബ് ഓൺ മീ. എനിക്കെന്താ? നിങ്ങൾക്ക് എൻ്റെ മേലെ കയറാൻ വേണ്ടി പറ്റും. ഹൂ ആം ഐ. ആരാണത്? മൗണ്ടെയിൻ. ഓക്കെ, മൗണ്ടെയിൻ. നെക്സ്റ്റ് വൺ മേക്ക് യുവർ റിഡിൽസ്. നിങ്ങളുടെ റിഡിൽസ് ഉണ്ടാക്കണം. റെയിൻബോ എന്ന ആൻസർ വരുന്നതായിരിക്കണം ഫസ്റ്റ് വൺ. എന്തെഴുതാം? ഐ ഹാവ് 7 കളേഴ്സ്. എനിക്ക് 7 നിറങ്ങളുണ്ട്. ഇഫ് ഐ കം മൈ ടിയേഴ്സ് വിൽ കം. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്കെന്താണ്? കണ്ണുനീര് വരും. എന്ത് വരും? മഴ വരും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൂ ആം ഐ. ആരാണ് ഞാൻ? റെയിൻബോ. നെക്സ്റ്റ് വൺ റെയിൻ ആണ്. ഇഫ് ഐ കം യു വിൽ ഗെറ്റ് വാട്ടർ. ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. ഐ ആം ഹോപ്പ് ഫോർ ദോസ് ഹൂ ആർ ഡ്രൈ. ആരൊക്കെയാണോ വരണ്ട് നിൽക്കുന്നത് അവർക്ക് ഞാനൊരു പ്രതീക്ഷയാണ്. ക്യാൻ യു ടെൽ മീ ഹൂ ആം ഐ. നിങ്ങൾക്ക് പറയാമോ ഞാൻ ആരാണെന്ന്? ആരാണ്? റെയിൻ. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 11 ആണ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് വായിക്കാം. വി കാൺ ഹെൽപ്പ് യു. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. പക്ഷേ വിസാർഡ് ഓഫ് ഓസിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റും. അവിടെ കാണ്ട് എന്നുള്ളതും കാൻ എന്നുള്ളതും അല്ലെ, ക്യാൻ, ഐ കാണ്ട് എന്നുള്ള രണ്ടെണ്ണമാണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. കാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. വി ക്യാൻ ഡു മെനി തിങ്സ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ദർ ആർ മെനി തിങ്സ് വി കാണ്ട്. പക്ഷെ നമുക്ക് എന്താണ്? ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. റൈറ്റ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് യു കാൻ ഡു. എന്താണ്? നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ കാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ വേണ്ടി പറ്റില്ല. ഐ കാൻ റൈഡ്. എനിക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. ഐ കാൻ സ്കേറ്റ്. എനിക്ക് സ്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ കാൻ റൺ. എനിക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ ബിൽഡ്. എനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ ക്ലൈംബ്. എനിക്ക് കയറാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിൽ ഐ കാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 12 ആണ്. ഹിയർ ഈസ് ഡൊറോത്തീസ് ഡയറി എൻട്രി. ഇവിടെ ഡൊറോത്തിയുടെ ഡയറിയാണ് തന്നിട്ടുള്ളത്. May 20 ട്യൂസ്ഡേയുടെ ഡയറിയാണ്. ഐ കാൺ ഫോർഗെറ്റ് ദിസ് ഡേ. എനിക്ക് ഈ ദിവസം ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല. വേർ സോ അഫ്രൈഡ്. ഞങ്ങൾ എത്രത്തോളം പേടിച്ചിരുന്നു. ടോട്ടോ ആൻഡ് മൈസെൽഫ്. ആരൊക്കെയാണ്? ടോട്ടോയും ഞാനും. ഐ തോട്ട് വി വേർ അബൌട്ട് ടു ഡൈ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ശരിക്കും മരിക്കാൻ പോവുകയാണെന്ന്. മൈ ഹൗസ് ഫ്ലൂ ഓവർ ദ വാലി, സ്ട്രീറ്റ്സ്, മൗണ്ടെയിൻസ് ആൻഡ് സോ ഓൺ. ഞങ്ങളുടെ വീട് വാലിയുടെയും താഴ്വരകളുടെയും സ്ട്രീറ്റ്സിൻ്റെയും മൗണ്ടെയിൻസിൻ്റെയും ഒക്കെ മുകളിലൂടെ പറന്നുപോയി. ഐ ഹെൽഡ് ടോട്ടോ ഇൻ മൈ ഹാൻഡ്സ്, ക്ലോസിങ് മൈ ഐസ്. ഞാൻ ടോട്ടോയെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കണ്ണടച്ചിരുന്നു. സഡൻലി ഐ ഹേർഡ് എ സൗണ്ട്. പെട്ടെന്നാണ് ഞാനൊരു സൗണ്ട് കേട്ടത്. അവർ ഹൗസ് ലാൻഡഡ് ഓൺ എ ബ്യൂട്ടിഫുൾ ലാൻഡ്. ഞങ്ങളുടെ വീട് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് വാസ് ദ ലാൻഡ് ഓഫ് ദ മച്കിൻസ്. അത് ശരിക്കും മച്കിൻസിൻ്റെ ലാൻഡ് ആയിരുന്നു. ഐ സോ സം സ്ട്രേഞ്ച് പീപ്പിൾ ദർ. ഞാൻ അവിടെ പരിചയമില്ലാത്ത കുറച്ച് ആളുകളെ കണ്ടു.
ദേ വർ വെരി ഷോർട്ട്, അവർ ശരിക്കും വളരെ ഷോർട്ടായിരുന്നു. മൈ ഹൗസ് ലാൻഡഡ് ഓൺ എ വിക്ഡ് വിച്ച് ആൻഡ് ഷീ ഡൈഡ് ഓൺ ദ സ്പോട്ട്. ഞങ്ങളുടെ വീട് ചെന്ന് വീണത് ഒരു വിക്ഡ് വിച്ചിൻ്റെ മുകളിലായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ അവർ മരിക്കുകയും ചെയ്തു. ദ മച്കിൻസ് ബിക്കെയിം സോ ഹാപ്പി, മച്കിൻസ് നല്ല ഹാപ്പി ആയിരുന്നു. ദെൻ ദേ സെലിബ്രേറ്റഡ് ദ ഫ്രീഡം, അവരുടെ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്തു. ദേ ഇൻവൈറ്റഡ് മീ ടു ഡാൻസ് വിത്ത് ദം ബട്ട് ഐ വിഷ് ടു റിട്ടേൺ ടു മൈ വില്ലേജ്. അവരെന്നെ എൻ്റെ വീട്ടിലേക്ക് അവരുടെ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാനായിരുന്നു ആഗ്രഹം. ദ വിസാർഡ് ഓഫ് ഓസ് ദ മെജീഷ്യൻ ഹെൽപ്ഡ് us. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് എന്ന മെജീഷ്യൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ടോട്ടോ ആൻഡ് ഐ റീച്ച്ഡ് ഹോം സേഫ്ലി. ഞാനും ടോട്ടോയും വളരെ സേഫ് ആയിട്ടുള്ള വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഐ മെറ്റ് മൈ അങ്കിൾ ആൻഡ് ആൻറ്റ്. ഞാൻ എൻ്റെ അങ്കിളിനെയും ആൻറ്റിയെയും കണ്ടുമുട്ടി. ഐ ബിക്കെയിം സോ റിലാക്സ് ആൻഡ് ഹാപ്പി. ഞാൻ വളരെ സന്തോഷത്തിലാവുകയും റിലാക്സ് ആവുകയും ചെയ്തു. ഇതാണ് ദൊറോത്തി എഴുതിയ ഡയറി. നൗ റൈറ്റ് യുവർ ഡയറി എൻട്രി. അടുത്ത് നിങ്ങളുടെ ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ എന്ത് വേണം? ഡേയും ഡേറ്റും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് 18th November 2024 മൺഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ടുഡേ വി ഹാഡ് എ വെരി സാഡ് ഡേ. ഇന്ന് വളരെ സങ്കടകരമായ ഒരു ദിവസമായിരുന്നു. ഐ വെൻറ്റ് ടു ദ റിവർ സൈഡ് ടു സീ ദ റിവർ. ഞാൻ റിവർ കാണാൻ വേണ്ടിയിട്ട് പുഴയുടെ തീരത്തേക്ക് പോയി. ഓൺ റീച്ചിങ് ദെയർ ഐ ബിഗ് സ്റ്റോം ബ്ലൂ ആപ്പ്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല ഒരു കൊടുങ്കാറ്റ് വന്നു. ബീങ് എലോൺ ഐ ആം സ്കെയർഡ്. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വളരെയധികം പേടിച്ചു. ഐ ഹെൽപ്ഡ് മൈ ക്യാറ്റ് ജെറി ഇൻ മൈ ആംസ്. ഞാൻ എൻ്റെ ജെറി എന്ന് പറയുന്ന ക്യാറ്റിനെ എൻ്റെ കൈകളിൽ പിടിച്ചു. ഐ വാസ് ടെറിഫൈഡ് ടു സീ ദ ട്രീസ് വാസ് സ്വേയിങ് ഇൻ ദ വിൻഡ്. ഞാൻ വളരെയധികം ഭയപ്പെട്ടു. എപ്പോഴാണ്? മരങ്ങളൊക്കെ കാറ്റിലിങ്ങനെ ആടി ഉലയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ. ദ വാട്ടർ ഇൻ ദ റിവർ സെയിം ടു ബി റഷിങ് അപ്വേർഡ്സ് വിത്തൗട്ട് റെഗുലാരിറ്റി. വെള്ളം എന്ത് ചെയ്തു? പുഴയിലെ വെള്ളം ശരിക്കും ഒഴുകുന്നതിൽ നിന്നും വലിച്ചു പോവുകയാണ് ചെയ്തത്. ഐ ക്വിക്ക്ലി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹോം വിത്ത് ഹിം. ഞാൻ പെട്ടെന്ന് തന്നെ അവനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു. ബട്ട് ദർ വാസ് നോ വേ ഔട്ട് ബിക്കോസ് ഓഫ് ദ റെയിൻ. പക്ഷെ മഴ കാരണം അവിടെ യാതൊരു പോകാനുള്ള വഴിയും ഉണ്ടായിരുന്നില്ല. സം ഹൗ വി സ്റ്റോപ്ഡ് ആൻഡ് റീച്ച് ഓൺ ദ റോഡ്. എങ്ങനെയോ ഞങ്ങൾ നേരെ റോഡിലേക്ക് എത്തുകയാണ് ചെയ്തത്. ദെൻ ഐ കോൾഡ് എ കാർ ഫ്രം ദർ ആൻഡ് കെയിം ഹോം ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ ഞാനൊരു കാർ വിളിച്ചിട്ട് അവിടെ നിന്നും വീട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡയറി എൻട്രി ആണ് അവിടെ എഴുതേണ്ടത്. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഡയറി എൻട്രി എഴുതി കൊടുക്കാം. 13th activity, a newspaper from the land of the Munchkins is given on the next page. Read it and enjoy. താഴെ നമുക്ക് മച്ച്കിൻസിലെ ഒരു ന്യൂസ്പേപ്പർ തന്നിട്ടുണ്ട്. അത് വായിച്ച് എൻജോയ് ചെയ്യാം. മച്ച്കിൻ ടൈംസ് ആണ്. ദ വിക്ഡ് വിച്ച് ഈസ് നോ മോർ. മച്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ്. എന്താണ്? വിച്ച് വീക്ക് ഇനിയില്ല. മച്ച്കിൻ ലാൻഡ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെന്താണ്? ദൊറോത്തി വിസിറ്റ് ദ വിസാർഡ് ഓഫ് ഓസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് തന്നിട്ടുണ്ട്. കാർട്ടൂൺ തന്നിട്ടുണ്ട്. കിറ്റി ദ കാറ്റ് ഈസ് മിസ്സിങ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നമുക്കിതിൽ ആക്ടിവിറ്റി നോക്കാം. അഡ്വഞ്ചർ അവേറ്റ്സ് ഇൻ ഗുലിവേഴ്സ് ട്രാവൽസ്. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ അവിടുത്തെ വെതർ ഒരു ക്രോസ് വേർഡ് ഉണ്ട്. ആ ക്രോസ് വേർഡ് നമുക്കൊന്ന് നോക്കാം അല്ലേ? ഫസ്റ്റ് വൺ, ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. സ്കൈയിലെ ഒരു ബ്രൈറ്റ് ബോളാണ്, വലിയ ബിഗ് ആണ്, 3 letters ആണുള്ളത്. എന്താണ് ആൻസർ എന്ന് പറയുന്നത് സണ്ണാണ്. സെക്കൻഡ് വൺ, ഐ ആം എ കളർ ഇൻ ദ റെയിൻബോ കളറിലാണ് ഞാൻ കാണപ്പെടുന്നത്. അതെന്താണ്? യെല്ലോ. റെയിൻബോ കളറിൽ കാണപ്പെടുന്ന ഒരു കളറാണ് യെല്ലോ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, യു മേ സീ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. നിങ്ങൾ എന്നെ ഡിഫറെൻറ്റ് ഷേപ്സിലും കളേഴ്സിലും കാണാൻ വേണ്ടി പറ്റും. ഐ ക്യാൻ കവർ ഈവൻ ദ സ്കൈ. എനിക്ക് സ്കൈയിനെയും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് സാധനം? ക്ലൗഡാണ്. ഡൗൺ ആണ് അടുത്തത്. ഫസ്റ്റ് വൺ, ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. രാത്രി നിങ്ങൾക്ക് സ്റ്റാർസ് ആയിട്ട് എന്നെ കാണാൻ വേണ്ടി പറ്റും. എവിടെയാണ് സ്റ്റാർസ് കാണാൻ പറ്റുന്നത്? സ്കൈയിലാണ് അല്ലേ? തേർഡ് വൺ, യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്. എന്താണ്? നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി പറ്റും. എങ്ങനെ? എനിക്കിങ്ങനെ അടിക്കാൻ വേണ്ടി കഴിയുമ്പോൾ. അതെന്താണ് സാധനം? വിൻഡാണ്, കാറ്റാണ് അല്ലേ? ദെൻ നെക്സ്റ്റ് 14th ആക്ടിവിറ്റി, സം സ്നാപ്ഷോട്ട് ഫ്രം മച്ച്കിൻ ടൈംസ് ആർ ഗിവൺ ബിലോ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മച്ച്കിൻ്റെ ന്യൂസ് പേപ്പറിൽ അതിലെ കുറച്ച് സ്നാപ്ഷോട്ടാണ് തന്നിട്ടുള്ളത്. പിക്ക് ഔട്ട് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കുറച്ച് ബ്രാക്കറ്റ്സ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതിനാണോ ആപ്റ്റ് ആവുന്നത് അതിനനുസരിച്ച് എഴുതി കൊടുക്കണം.
ഫസ്റ്റ് വൺ കാർട്ടൂൺ, ദെൻ അഡ്വർടൈസ്മെൻറ്റ്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ, ഹെഡ്ലൈൻ. അപ്പോൾ ഇതിലെ മസ്കിൻ ടൈംസ് എന്ന് പറയുന്നത് എന്താണ്? ടൈറ്റിൽ ഓഫ് ന്യൂസ് പേപ്പർ ആണ് അല്ലേ. അപ്പോൾ അവിടെ ടൈറ്റിൽ ഓഫ് ന്യൂസ് പേപ്പർ എന്ന് എഴുതി കൊടുക്കുക. ദ വീക്ക്ലി വിച്ച് ഈസ് നോ മോർ, മസ്കിൻ ലാൻഡ് സെലിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ഹെഡ്ലൈൻ ആണ്. നെക്സ്റ്റ് വൺ കൊടുക്കുന്നത് ദ മിറാക്കിൾ ഇൻ മസ്കിൻ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർട്ടൂൺ ആണ്. ദെൻ മസ്കിൻ ഹാറ്റ് ഗെറ്റ് ദ കൂളസ്റ്റ് ഹാറ്റ്സ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുകയാണ്. 15th activity, read the following newspaper report and select a suitable headline from the headlines given below. താഴെ നമുക്ക് കുറേ ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ, 3 തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയത് ഏതാണെന്ന് ഇത് വായിച്ചിട്ട് അതിന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡൊറോത്തി മീറ്റ്സ് ദ ഗ്രേറ്റ് വിസാർഡ് എന്നുള്ളതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ 16th ആക്ടിവിറ്റി ആണ്. ഹിയർ ആർ സം ഫ്ലവേഴ്സ് ഫ്രം ദ ലാൻഡ് ഓഫ് മസ്കിൻസ്. മസ്കിൻസ് ലാൻഡിലെ കുറച്ച് ഫ്ലവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലോട്ടസ്, ഡഹലിയ, ഹിബിസ്കസ്, ബ്ലൂബെൽസ്, ബൊഗെയിൻവില്ല, റോസ്, വാട്ടർ ലില്ലി, സേനിയ. ഓക്കെ, കളക്ട് പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് മേക്ക് എൻ ആൽബം. നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? കുറച്ച് പിക്ചേഴ്സൊക്കെ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കുക. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൾസോ. അതിനെക്കുറിച്ചിട്ട് ചെറിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതാം. വൺ ഈസ് ഡൺ ഫോർ യു. ഒരെണ്ണം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എന്താണ്? സൺഫ്ലവർ ആണ് തന്നിട്ടുള്ളത്. ദിസ് ഈസ് എ സൺഫ്ലവർ, ഈസ് യെല്ലോ ഇൻ കളർ. ഇത് മഞ്ഞ നിറത്തിലാണുള്ളത്. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്. രാവിലെയാണ് ഇത് വിരിയുന്നത്. ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് നല്ല എനിക്കിഷ്ടമാണ്. നെക്സ്റ്റ് ഒരു ലോട്ടസിനെ കുറിച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്. ദിസ് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ ആണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ പിങ്ക് ആൻഡ് വൈറ്റ് കളേഴ്സ്. ഇത് പിങ്ക് വൈറ്റ് കളേഴ്സിലാണ് സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചർ കളക്ട് ചെയ്തിട്ട് ഓരോന്നിനെ കുറിച്ചിട്ടും ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് റീഡ് ആൻഡ് റിജോയ്സ് എന്നുള്ളതാണ്. ദ ബേർ ആൻഡ് ബ്രേവ് ഗേൾ. എന്താണ്? ഒരു കരടിയും ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയും. ദയ വെൻ ടു ദ ജംഗിൾ ടു കളക്ട് ഫയർവുഡ്. ദയ വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. ഓ ഐ ഹട്ട് ഇൻ ദ ജംഗിൾ, ഹു ഈസ് ഇൻസൈഡ്, ലെറ്റ് മീ സീ. ആരാണ് ഈ ഹട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു ഹട്ട് ഉണ്ടല്ലോ ഈ കാട്ടിനുള്ളിൽ, ആരാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്? എനിക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദയ പോവുകയാണ്. നെക്സ്റ്റ് വൺ നോക്കൂ. ഹൂ ആർ യു, വൈ ആർ യു ഹിയർ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആരാളുള്ളത്? ബേർ ആണല്ലേ, നമ്മുടെ കരടിയാണുള്ളത്. നീ ആരാണ്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഐ എം സോറി, ഐ ലോസ് മൈ വേ. സോറി, എനിക്ക് എൻ്റെ വഴി നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. വെൽ ഐ എം ഇൻ സെർച്ച് ഓഫ് എ കുക്ക്. ഞാനൊരു കുക്കിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യു ആർ മൈ കുക്ക് ഫ്രം ടുവേർഡ് ഓൺവേർഡ്സ്. ഇന്ന് മുതൽ നീയാണ് എൻ്റെ കുക്ക് എന്ന് പറയാണ്. ഓ പ്ലീസ് ലെറ്റ് മീ ഗോ, മൈ ഗ്രാൻഡ്മ ഈസ് അലോൺ അറ്റ് ഹോം. ഞാൻ പോട്ടെ, എൻ്റെ വീട്ടിൽ ഗ്രാൻഡ്മ ഒറ്റക്കുള്ളൂ എന്നുള്ളത് ദയ പറയാണ്. നോ നോ, ഗോ ടു ദ കിച്ചൺ ആൻഡ് ബേക്ക് മീ സം കേക്ക്സ്. നീ അടുക്കളയ്ക്ക് പോ, എനിക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കി തായോ എന്ന് പറയാണ്. ഓ ഐ എം ട്രാപ്ഡ്, ഐ മസ്റ്റ് പ്ലേ എ ട്രിക്ക് ടു സേവ് മൈസെൽഫ്. അപ്പോൾ ദയ ചിന്തിക്കുകയാണ്, ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയി, എന്തെങ്കിലും ഒരു ട്രിക്ക് എടുക്കണം എനിക്ക് സേവ് ചെയ്യാൻ, എന്നെ രക്ഷപ്പെടുത്താൻ എന്ന് വിചാരിക്കുകയാണ്. ദയ ബേക്ക്ഡ് സം കേക്ക്സ്. അങ്ങനെ ദയ എന്ത് ചെയ്തു? കുറച്ച് കേക്ക്സ് ഉണ്ടാക്കി. ദ ബേർ എൻജോയ്ഡ് ദ ഡിലീഷ്യസ് കേക്ക്. അപ്പോൾ കരടിക്ക് ഒരു നല്ല ടേസ്റ്റുള്ള കേക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്തു. പ്ലീസ് ലെറ്റ് മീ ഗോ ഹോം ആൻഡ് ഗീവ് ദിസ് കേക്ക് ടു മൈ ഗ്രാൻഡ്മ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഈ കേക്കൊക്കെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ആഹാ, ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നീ എന്നെ എന്താ പറയുക, ഫൂളാക്കല്ലേ. ഐ വിൽ ടേക്ക് ഇറ്റ് ടു യുവർ ഗ്രാൻഡ്മ, പാക്ക് ഇറ്റ്. ഞാൻ ഇത് നിൻ്റെ ഗ്രാൻഡ്മക്ക് കൊടുക്കാം, നീ ഇത് പാക്ക് ചെയ്യേ എന്ന് പറയാണ്. ഓ ഐഡിയ, ഐ വിൽ ഹൈഡ് ഇൻസൈഡ് ദ ഹാമ്പർ. എനിക്കൊരു ഐഡിയ, ഞാനിതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാമെന്ന് കുട്ടി ചിന്തിക്കുകയാണ്. കുട്ടി പറഞ്ഞു ഓക്കെ, ഞാൻ മുത്തശ്ശിക്ക് പാക്കാക്കി തരാമെന്ന് പറയാണ്. ദ ബേർ എൻറ്റേർഡ് ദ വില്ലേജ്. അങ്ങനെ എന്ത് ചെയ്തു? കരടി ആ വില്ലേജിലേക്ക് പ്രവേശിച്ചു. ഓ ഡോഗ്സ്, ഓ നായ്ക്കളെ എന്ന് പറയാണ്. ദ ബേർ വാസ് അഫ്രൈഡ്. അങ്ങനെ കരടിക്ക് പേടിയായി. ഇറ്റ് പുട്ട് ദ ഹാമ്പർ ദർ ആൻഡ് റാൻ അവേ. അങ്ങനെ എന്ത് ചെയ്തു? ഹാമ്പർ അവിടെ ഇട്ടിട്ട് കരടി ഓടി പോവുകയാണ്. ദയ കെയിം ഔട്ട് ഓഫ് ദ ഹാമ്പർ. അങ്ങനെ ദയ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ആഹാ, മൈ ട്രിക്ക് വർക്ക്ഡ്. എൻ്റെ ട്രിക്ക്, എൻ്റെ ബുദ്ധി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ആ ഒരു പെൺകുട്ടി. ജസ്റ്റ് നമുക്ക് വായിക്കാനുള്ളൊരു കഥയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 17 ആണ്, റീകാസ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ താഴെ ഈ സ്റ്റോറി ഒന്ന് നിങ്ങൾ നെറേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റോറി ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ഓക്കെ, ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സും കൂടെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാവുന്നതാണ്. ഡൊറോത്തി, എ ലിറ്റിൽ ഗേൾ, ലീവ്സ് ഇൻ എ സ്മോൾ വുഡൻ ഹൗസ് വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ആൻറ്റ്.
Her house was in the middle of meadow. When the strong wind came, the trees are trampled over. The house began to shake. The cups and plates in the cupboard slipped down. The mirror on the wall fell down and broken into pieces. When the storm roared, it lifted the house off the ground. Dorothy's house went to Munchkin village with Dorothy and her pet dog Toto. They came out of the house there and were welcomed by many Munchkins. The house was fell on the top an evil witch. The witch died at that moment. Those Munchkins were her slaves, so they were all happy because the witch died. They thanked to Dorothy, but Dorothy wants to go back her home. So she met with a wizard of Oz and he helped her get back to her village. He wanted his magic wand and her house appeared and they flew back to their village. Finally, Dorothy reached to her uncle and aunt. അപ്പോൾ ദൊറോത്തിയുടെ ആ ഒരു സ്റ്റോറി നമ്മൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പഠിച്ച പാഠഭാഗമായതുകൊണ്ട്. നെക്സ്റ്റ് വണ് ആക്ടിവിറ്റി നമ്പർ 13 ആണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെയുള്ള പിക്ചേഴ്സ് നോക്കുക. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എഴുതാനാണ്, സ്റ്റോറി ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ പുവർ ഗ്രാൻഡ്മ. പണ്ടൊരിക്കൽ ഒരു പാവപ്പെട്ട മുത്തശ്ശി ഉണ്ടായിരുന്നു. ദേ ഓൾസോ യൂസ്ഡ് ടു ഫെച്ച് വാട്ടർ ഫ്രം ഫാർ അവേ. അപ്പോൾ ദൂരെ നിന്നും വെള്ളം കൊണ്ടുവരില്ലായിരുന്നു അവരുടെ പ്രധാന പണി. ദേ ഹാവ് എ ബ്രോക്കൺ പിക്ചർ ആൻഡ് എ ഗുഡ് പിക്ചർ. അപ്പോൾ അവിടെ അടുത്ത് 2 കുടങ്ങളുണ്ടായിരുന്നു, ഒന്ന് നല്ലതും ഒന്ന് പൊട്ടിയതും ആയിരുന്നു. ദേ ക്യാരി ഈച്ച് പിക്ചർ യൂസ്ഡ് ടു മേക്ക് ഫൺ ഓഫ് എ ബ്രോക്കൺ പിക്ചർ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് രണ്ടും അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടി തുടങ്ങി. ഹിയറിങ് ദിസ് ദ ഗ്രാൻഡ്മ ടുക്ക് ബോത്ത് ദ പോട്ട്സ് ആൻഡ് വാക്ക്ഡ് ഔട്ട് വൺ ഡേ. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ്മ രണ്ടും എടുത്തുകൊണ്ട് ഒരു ദിവസം വെള്ളം എടുക്കാനായിട്ട് പോയി. ഹി വെൻറ്റ് ഔട്ട് ആൻഡ് ദ ബ്രോക്കൺ പിക്ചർ വാസ് ഷോൺ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഈ ഒരു പൊട്ടിയ മൺകുടവുമായിട്ട് വന്നപ്പോൾ ആ സൈഡിലൊക്കെ എന്ത് ചെയ്തു, വെള്ളം വീണിട്ട് അവിടെ പ്ലാന്റ്സും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ആ പ്ലാന്റ്സിൽ നിന്നും ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ വന്നു. ഓൺ ദ അതർ സൈഡ് ദർ ആർ ഡ്രൈ പ്ലാന്റ്. പക്ഷെ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴോ അവിടെ വെള്ളമൊന്നും വീഴില്ലല്ലോ, അപ്പോൾ അത് വളരെ ഡ്രൈ പ്ലാന്റ് ആയിരുന്നു. ഗ്രാൻഡ്മ ടോൾഡ് ദം. അപ്പോൾ ഗ്രാൻഡ്മ അവരോട് പറഞ്ഞു, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് സം വൺ ഇഫ് ദേ ഹാവ് ഫ്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ഫൂൾ ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി പാടില്ല. ഓൾ ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട്. ദ പിക്ചേഴ്സ് വെർ ഹാപ്പി. അപ്പോൾ അവർക്ക് 2 പേർക്കും സന്തോഷമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 19 ആണ്. ഡിജിറ്റൽ ടാസ്ക് ആണ്. ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കണം. ഹാവ് യു ഗോൺ ഫോർ എ ട്രിപ്പ്. നിങ്ങൾ ട്രിപ്പിന് പോയിട്ടുണ്ടോ? നെറേറ്റ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ് ആൻഡ് പ്രിപ്പയർ എ വീഡിയോ ക്ലിപ്പ്. നിങ്ങളുടെ ട്രാവൽ എക്സ്പീരിയൻസ് നിങ്ങൾ നെറേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക. സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ. എന്നിട്ട് അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് വൺ ഓഡിയോ ഡയറി ആണ്. റെക്കോർഡ് ദ ഓഡിയോ ഓഫ് വേരിയസ് സൗണ്ട്സ് ഇൻ നേച്ചർ സച്ച് ആസ് ചർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ റെയിൻ, സ്വയിങ് ഓഫ് ട്രീസ് എക്സെട്ര. നിങ്ങൾ നേച്ചറിലെ ഒരുപാട് സൗണ്ട്സ് കേൾക്കാറുണ്ടല്ലേ, പക്ഷികൾ സൗണ്ട് ഉണ്ടാക്കുന്നത്, മഴയുടെ സൗണ്ട്, മരങ്ങളുടെ സൗണ്ടൊക്കെ. സെൻഡ് ഇറ്റ് യുവർ ടീച്ചർ അലോങ് വിത്ത് യുവർ വോയിസ്. അപ്പോൾ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വോയിസും കൂടെ കൊടുത്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഡിജിറ്റൽ ടാസ്ക് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 5th യൂണിറ്റ് ആണ്. ഹോണസ്റ്റി പേസ് എന്ന് പറയുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.